ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ അതിരില്ലാത്തൊരു സ്നേഹത്തിൻ്റെ കടലായിട്ടാണ് നമുക്കൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുക. കാൽപന്ത് കളിയുടെ ഈറ്റില്ലമാണ്. 55ാം പിറന്നാൾ ആഘോഷിക്കുന്ന മലപ്പുറം ജില്ലയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നു. കാര്യം ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് കൊതി തീരാത്ത മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യർ അധിവസിക്കുന്ന മണ്ണാണ്. ആ മണ്ണിൻ്റെ കഥയിലേക്ക് 1969 EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സപ്തകക്ഷി സർക്കാരാണ് അക്കൊല്ലം ജൂൺ 16-ന് മലപ്പുറം ജില്ല പ്രഖ്യാപിച്ചത്. കോഴിക്കോടിന്റെയും പാലക്കാടിന്റെയും ഭൂപ്രദേശങ്ങൾ വേർതിരിച്ചെടുത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ആദ്യം സ്വന്തമായി ഒന്നുമുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ മേഖലകളിൽ പുരോഗതിയുടെ പടവുകൾ കയറി. സാക്ഷരതാ പ്രസ്ഥാനം, കുടുംബശ്രീ, അക്ഷയ, പാലിയേറ്റീവ് കെയർ പദ്ധതികളിലൂടെ മലപ്പുറം രാജ്യത്ത് അറിയപ്പെടാൻ തുടങ്ങി. മതസൗഹാർദ്ദവും മലപ്പുറത്തിന്റെ പെരുമ കൂട്ടി. കായിക മേഖലയിൽ, പ്രത്യേകിച്ച് കാൽപന്ത് കളിയിൽ ഹരം പിടിച്ച നാട്. ഒരു കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിന്നിരുന്ന ജില്ല ഇന്ന് അക്കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ. മലയും കായലും കടലും പുഴയും ഉൾപ്പെടെ പ്രകൃതിയുടെ കാഴ്ചകൾ വേറെ. കോട്ടക്കുന്ന്, നിലമ്പൂർ തേക്ക് മ്യൂസിയം, പടിഞ്ഞാറക്കര ബീച്ച്, താന്നൂർ ഒട്ടുംപുറം ബീച്ച്, കുറ്റിപ്പുറം നിളയോരം പാർക്ക്, ആഢ്യൻപാറ വെള്ളച്ചാട്ടം, കേരളംകുന്ന് വെള്ളച്ചാട്ടം എന്നിങ്ങനെ നീളുന്നു മലപ്പുറത്തിന്റെ കൗതുകങ്ങൾ. തീർത്ഥാടന ടൂറിസത്തിൽ അനന്ത സാധ്യതകളാണ് ജില്ലയിൽ. മമ്പുറം മക്കാം, മലപ്പുറം മാദീൻ, പൊന്നാനി വലിയ പള്ളി, കാടമ്പുഴ ദേവീക്ഷേത്രം, അങ്ങാടിപ്പുറം തിരുമിതാംകുന്ന്, വൈരങ്കോട് ഭഗവതി ക്ഷേത്രം, ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം എന്നിങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നിരവധി. മലപ്പുറത്തിന്റെ രുചിപ്പെരുമയും ഏറെ പ്രശസ്തമാണ്. 24 മലപ്പുറം.